ജൂത പുതുവത്സരമായ റോഷ് ഹഷാനയുടെ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ആഗോള ജൂത സമൂഹത്തിനും ആശംസകൾ നേർന്നു. എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേൽ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തിനും ഊഷ്മളമായ റോഷ് ഹഷാന ആശംസകൾ നേരുന്നതായി പ്രധാനമന്ത്രി അറിയിച്ചു. എല്ലാവർക്കും സമാധാനവും പ്രതീക്ഷയും ആരോഗ്യവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നതായും പ്രധാനമന്ത്രി മോദി അറിയിച്ചു. കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തിൽ നെതന്യാഹു ആശംസകൾ നേർന്നിരുന്നു. അതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവരുൾപ്പെടെ നിരവധി ലോക നേതാക്കൾക്കൊപ്പമായിരുന്നു നെതന്യാഹു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നത്. കഴിഞ്ഞ ഒരു വർഷമായി ഗാസയിൽ തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതുവർഷാഘോഷം നടക്കുന്നത്. ഇസ്രായേലുമായുള്ള അടുത്ത ബന്ധം നിലനിർത്തിക്കൊണ്ട് മേഖലയിൽ സമാധാനം, സംയമനം, സംഭാഷണം എന്നിവയ്ക്കായി ഇന്ത്യ നിരന്തരം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിരോധം, സൈബർ സുരക്ഷ, കൃഷി, ജലമാനേജ്മെന്റ്, നവീകരണം എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയും ഇസ്രായേലും അടുത്ത നാളുകളിൽ ഇരു രാജ്യങ്ങളുടെയും ബന്ധം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖേന ന്യൂസ്.